ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാന വാർത്തയിലേക്ക്. കോവിഡ് ലോക്ഡൌൺ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂലൈ 31 വരെ തുറക്കില്ല. രാജ്യാന്തര വിമാന സർവീസുകൾ ഉടനുണ്ടാകില്ല. രാത്രികാല കർഫ്യൂ 10 മുതൽ രാവിലെ 5 വരെ തുടരും. അൺലോക്ക് രണ്ടാം ഘട്ട മാർഗരേഖയാണ് കേന്ദ്ര സർക്കാർ പുറത്തിരിക്കുന്നത്. അനന്തു രാമചന്ദ്രൻ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനന്തു, അൺലോക്ക് 2 പോകുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഇളവുണ്ട്, ഏതൊക്കെ മേഖലകളിൽ നിയന്ത്രണം തുടരും? അൺലോക്ക് 2 എന്ന തലത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിയന്ത്രണങ്ങളുടെ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. അതായത് ഈ പറയുന്ന മാനദണ്ഡ പ്രകാരമുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല കണ്ടെയ്ൻമെന്റ് സോണുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജൂലൈ 31 വരെ ലോക്ക്ഡൌൺ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്കൂളുകൾ തുറക്കില്ല. ഒപ്പം തന്നെ ജൂലൈ 31 വരെ സിനിമാ ഹാളുകൾ, ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ മറ്റു ഒരു തരത്തിലുമുള്ള പൊതുസമ്മേളനങ്ങൾ എന്നിവ അനുവദിക്കില്ല. നൈറ്റ് കർഫ്യൂസ് ആയി പറഞ്ഞതുപോലെ തന്നെ രാത്രി 10 മുതൽ രാവിലെ 5 മണി വരെ തുടരും. അത്തരത്തിൽ വിമാന സർവീസുകളുടെ കാര്യവും കൃത്യമായി പറയുന്നുണ്ട്. ആഭ്യന്തര വിമാന സർവീസുകളുടെ എണ്ണം ഈ കാലയളവിൽ കൂട്ടാൻ ശ്രമിക്കും. പക്ഷേ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉണ്ടാകുകയുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒപ്പം കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവർത്തിക്കുന്ന സിനിമ, ബാങ്കറ്റ് ഹാളുകൾ, ഒപ്പം ജിംനേഷ്യം ഇവയൊക്കെ തന്നെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ പ്രത്യേകം ഒരു മാനദണ്ഡം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കും. ആ സാഹചര്യത്തിൽ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രത്യേകം SOP ഇവയ്ക്ക് ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ തുടരുന്ന കണ്ടെയ്ൻമെന്റ് സോണുകളിൽ തുടരുന്ന നിയന്ത്രണ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ ഈ ഉത്തരവ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിയന്ത്രണ സംവിധാനങ്ങൾ കുറച്ചുകൂടി കർക്കശമാക്കുന്നു എന്നൊരു രീതി കൂടി ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മഹാരാഷ്ട്ര, ഡൽഹി, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിഗുരുതരമായ സാഹചര്യം കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു തരത്തിലുമുള്ള ഇളവുകൾ രണ്ടാം ഘട്ടത്തിൽ, അതായത് അൺലോക്ക് 2 എന്ന പ്രോസസ്സിൽ ഉണ്ടാകുന്നില്ല. മെട്രോ റെയിൽ സർവീസുകൾ നടത്തില്ല. റെയിൽവേ സർവീസുകൾ നിലവിൽ അത് റെയിൽവേ തന്നെ നേരത്തെ അറിയിച്ചതാണ്. ഓഗസ്റ്റ് 12 വരെ റെയിൽവേ സർവീസുകൾ പഴയ തോതിൽ ഉണ്ടാകില്ല. നിലവിൽ ഓടുന്ന ശ്രമിക് സ്പെഷ്യൽ, ഒപ്പം തന്നെ പാസഞ്ചർ സർവീസുകൾ ഉണ്ടായിരിക്കും. വിമാന സർവീസുകൾ ആഭ്യന്തര തലത്തിൽ നിലവിലുള്ള തുടരും. ഒപ്പം ആവശ്യമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ, അതായത് ജൂലൈ 31 വരെയുള്ള സമയങ്ങളിൽ വിമാന സർവീസുകളുടെ ആവശ്യകത തുടരുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ വ്യോമയാന മന്ത്രാലയവുമായി ചേർന്ന് അത് കൂട്ടും. പക്ഷേ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉണ്ടാകില്ല. അത് നേരത്തെയും അറിയിച്ചിരുന്നു. ആ തരത്തിൽ ഒരു വിശദീകരണം ഔദ്യോഗികമായി SOPയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തില്ല, ഒപ്പം അത് തുറക്കില്ല. ഒപ്പം ജൂലൈ 15 ശേഷം ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അധീനതയിലുള്ള ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൃത്യമായ SOP പാലിച്ചുകൊണ്ട് തുറക്കാമെന്നൊരു വിശദീകരണം കൂടി ഇതിൽ നൽകുന്നുണ്ട്. ആദ്യം നമ്മൾ സൂചിപ്പിച്ച 5 കാര്യങ്ങൾ തന്നെയാണ് ലോക്ക്ഡൌൺ മാറി. അതായത് അൺലോക്ക് 1 പറഞ്ഞ നിയന്ത്രണങ്ങളൊക്കെ അതേപടി തുടരുകയാണ് അൺലോക്ക് 2 അത്രയും വലിയ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്നുള്ളത് കോവിഡ് കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ നൽകാൻ ഇപ്പോൾ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായും ഏറ്റവും ഒടുവിലായി സൂചിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നാഷണൽ ഡയറക്ടീവ്സ് ഫോർ കോവിഡ്-19 മാനേജ്മെന്റ് ആസ് സ്പെസിഫൈഡ് ഇൻ അനക്ചർ 1 ഷാൾ കണ്ടിന്യൂ ടു ബി ഫോളോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അതായത് ഒന്നാം ഘട്ടത്തിൽ അവർ മുൻപോട്ട് വെച്ച നിയന്ത്രണ സംവിധാനങ്ങൾ ഏതൊക്കെ തന്നെയാണോ ആ സംവിധാനങ്ങളൊക്കെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ തുടരും. നിലവിൽ പുതിയ മാറ്റങ്ങൾ, അതായത് നിയന്ത്രണ സംവിധാനത്തിൽ ഇളവുകൾ വരുത്താനുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഇല്ല എന്ന് പ്രധാനമന്ത്രി തന്നെ മൻ കി ബാത്തിൽ പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രാലയവും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും അവരുടെ ഭാഗത്ത് നിന്ന് വിമാന റെയിൽവേ സർവീസുകൾ തുടങ്ങുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. അത് മാറ്റിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒന്നാം ഘട്ട അൺലോക്ക് പ്രക്രിയയിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഈ രീതി, ഇപ്പോൾ നമ്മൾ തുടരുന്ന ഈ രീതികൾ തന്നെ മുൻപോട്ട് പോയാൽ മതി. ജൂലൈ 31 വരെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജൂലൈ 31 വരെ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്ന് കൃത്യമായി ഈ ഉത്തരവിൽ പറയുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ സ്കൂളുകൾ, ജിംനേഷ്യങ്ങൾ, ഒപ്പം പൊതുചടങ്ങുകൾ, ആഭ്യന്തര വിമാന സർവീസുകൾ, മെട്രോ റെയിൽ സർവീസുകൾ ഇവയൊന്നും തന്നെ ഈ കാലയളവിൽ, അതായത് ജൂലൈ 31 വരെയുള്ള സമയങ്ങൾ ഓടില്ല. അനന്തു, അതോടൊപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ചില നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ. അൺലോക്ക് 1 പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല, പൊതുപരിപാടികൾ അനുവദിക്കില്ല. ഇവയ്ക്ക് പുറമെ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് വരുമ്പോൾ അവിടെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഈ സർക്കുലറിൽ ഉണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ലോക്ക്ഡൌൺ തുടരും എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉത്തരവിൽ. ആ സാഹചര്യത്തിൽ ഈ മേഖലകൾ, അത് സംസ്ഥാനങ്ങൾക്കാണ് ആ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിക്കാനുള്ള അളവ്. കഴിഞ്ഞ തവണത്തെ ലോക്ക്ഡൌൺ തീരുന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളാണ് ഈ പ്രയോറിറ്റികൾ തീരുമാനിച്ചുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകൾ എടുക്കുന്നത്. ആ തരത്തിൽ രോഗവ്യാപനത്തിന്റെ തോത് ആ പ്രദേശങ്ങൾ കുറയുമ്പോൾ അവ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ അവസ്ഥയിൽ നിന്ന് മാറുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിലവിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ തുടരും. അവിടെ കുറച്ചുകൂടി ശക്തമായി തന്നെ ഈ നിയന്ത്രണ സംവിധാനങ്ങൾ നടപ്പിലാക്കണം എന്ന്
പറയുന്നു. കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ, ഔട്ട്സൈഡ് കണ്ടെയ്ൻമെന്റ് സോൺസ് എന്ന് തന്നെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിലാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞ മെട്രോ റെയിൽവേ സർവീസുകൾ, അന്താരാഷ്ട്ര വിമാന സർവീസുകൾ, സ്കൂളുകൾ ഒന്നും തന്നെ തുറക്കില്ല. ജൂലൈ 31 വരെ ആ നിയന്ത്രണങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള അത്രയും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ബാക്കിയുള്ള നിയന്ത്രണങ്ങൾ ഒന്നാം ഘട്ട അൺലോക്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അന്തർ സംസ്ഥാന യാത്ര, ഒപ്പം തന്നെ അന്തർജില്ലാ യാത്ര ഒക്കെ തന്നെ അനുവദിക്കുന്നതായെന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകും. അതിൽ തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രണ്ടാം ഘട്ട അൺലോക്ക് പ്രൊസീജിയറിൽ ഒന്നാം ഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ള അനുവദനീയമായ നിയന്ത്രണ സംവിധാനങ്ങൾ മാറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിയന്ത്രണത്തിന്റെ പരിധിയിൽ വരുത്തുന്നില്ല. അതോടൊപ്പം ഒന്നാം ഘട്ടത്തിൽ നിലനിർത്തിയിരുന്ന നിയന്ത്രണ സംവിധാനങ്ങൾ രണ്ടാം ഘട്ടത്തിലും രണ്ടാം ഘട്ട അൺലോക്കിലും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ SOP വിശദമായി വന്നിട്ടുള്ള ചില സ്ഥാപനങ്ങളുടെ പേരെടുത്ത് ചില വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങളുടെ പേരെടുത്ത് അവ തുറക്കാമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിലേക്കൊന്നും പോകാതെ ആദ്യഘട്ടത്തിൽ നൽകിയ നേരിയ ഇളവുകൾ അത് തന്നെ തുടരാം. ആ ഒരു സാഹചര്യം, നമ്മളെ ഭയപ്പെടുത്തുന്ന കോവിഡ് സാഹചര്യം രാജ്യത്തുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയല്ലേ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം? തീർച്ചയായും അത്തരത്തിലുള്ള പ്രസ്താവനകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം 4 സംസ്ഥാനങ്ങൾ, പ്രധാനമായും നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, തമിഴ്നാട്, ഈ 4 സംസ്ഥാനങ്ങളിലും രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചതിന്റെ 79% ഇന്നത്തെ കണക്കുകൾ ആധാരമാക്കി നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഇതുകൊണ്ട് തന്നെ 20,000 കേസുകളിലേക്ക്, ഒരു പക്ഷേ 9,500 കവിഞ്ഞ് 20,000 എത്താൻ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന്റെ സാഹചര്യം ഒരുങ്ങും. ആ തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതലായി നൽകി കഴിഞ്ഞാൽ അത് രോഗവ്യാപനത്തിന്റെ തീവ്രത കൂട്ടും എന്നൊരു ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ട്. ആഭ്യന്തര വകുപ്പും അത് പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ആ രീതിയിൽ ആഭ്യന്തര വിമാന സർവീസുകൾക്ക് അപ്പുറം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൂടി അനുവദിച്ചാൽ, ഒപ്പം മെട്രോ റെയിൽവേ സർവീസുകൾ ഇപ്പോൾ തന്നെ അനുവദിക്കണമെന്ന് ചില സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അനുവദിച്ചു കഴിഞ്ഞാൽ രോഗവ്യാപനത്തിന്റെ തീവ്രത വലിയ തോതിൽ കൂടും എന്നൊരു ആശങ്കയുണ്ട്. ICMR-ഉം ഒപ്പം തന്നെ എയിംസും ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസങ്ങൾ നൽകിയിരുന്നു. അതിന്റെ കൂടി ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം ഘട്ടത്തിൽ നൽകിയിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ മാറ്റം വരുത്താതെ രണ്ടാം ഘട്ടത്തിലും അതിനെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ നൈറ്റ് കർഫ്യൂ നിർബന്ധമായും സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്തയച്ചിരുന്നു. അതുകൂടി അടയാളപ്പെടുത്തന്നെയാണ്. അത് പ്രത്യേകം നോട്ടീസ് ചെയ്തിട്ടുമുണ്ട് ഈ ഉത്തരവിൽ. അങ്ങനെ നിലവിൽ തുടരുന്ന ഒന്നാം ഘട്ടത്തിൽ അൺലോക്ക് കാലഘട്ടത്തിൽ തുടരുന്ന അതേ നിയന്ത്രണ സംവിധാനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ തുടരും. COVID-19 പശ്ചാത്തലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ സംസ്ഥാനം നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ ജൂലൈ 31 വരെ ലോക്ക്ഡൌൺ തുടരും എന്നുകൂടി ഇതിനെ അടയാളപ്പെടുത്തുന്നതിന്റെ കാരണം ഇതുതന്നെയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഈ രോഗവ്യാപനത്തിന്റെ തീവ്രത കുറയുന്നില്ല. മരണസംഖ്യയും ഒപ്പം തന്നെ രോഗസ്ഥിരീകരണ കണക്കും അനുദിനം വർദ്ധിക്കുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ ഇളവുകളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ പോകും എന്ന് വിചാരിച്ചിരുന്നു. അത്തരത്തിൽ ഒരു ഇളവുകളും ഇതിലില്ല. ആദ്യം അൺലോക്ക് 1 പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഘട്ടം ഘട്ടമായി തന്നെ ഈ നിയന്ത്രണ സംവിധാനങ്ങൾ മാറ്റും. അതിനാണ് അൺലോക്ക് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരുന്നു. പക്ഷേ രോഗവ്യാപനത്തിന്റെ തീവ്രത കഴിഞ്ഞ 3 ആഴ്ചകൾ പരിശോധിക്കുമ്പോൾ അതിസങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഉൾപ്പെടെ തന്നെ രോഗവ്യാപനം 3000 ശരാശരിയിൽ കഴിഞ്ഞ 8 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം 5000 കടന്നിരിക്കുന്നു മഹാരാഷ്ട്രയിലെ പ്രതിദിന കോവിഡ് സംഖ്യ. ആ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള SOP അടിസ്ഥാനത്തിൽ നിയന്ത്രണ സംവിധാനത്തിന് ഇളവുകൾ ഒരു സംസ്ഥാനം നൽകി കഴിഞ്ഞാൽ അത് പ്രകടമാകുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കൂടിയാകും എന്നൊരു വിലയിരുത്തലാണ്. ആ ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിലെ നിയന്ത്രണങ്ങൾ അതേപോലെ തുടരാൻ ഇപ്പോൾ അൺലോക്ക് 2-ലെ മാർഗനിർദ്ദേശത്തിലും കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂലൈ 31 വരെ അടഞ്ഞുകിടക്കും. ബാറുകളും ജിംനേഷ്യങ്ങളും തുറക്കില്ല. രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ യാത്ര അനുവദിക്കില്ല. ഇങ്ങനെ കഴിഞ്ഞ തവണ പറഞ്ഞ അതേ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. പൊതുപരിപാടികൾക്ക് വിലക്കുണ്ട്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉണ്ടാകില്ല എന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ തുടരും. ഒപ്പം കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവുക എന്നുകൂടി കേന്ദ്രത്തിന്റെ ഈ ഒരു മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അല്പം മുമ്പാണ് കേന്ദ്രം ഈ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. നേരത്തെ ജൂൺ 31 വരെയായിരുന്നു മാർഗനിർദ്ദേശം അൺലോക്ക് 1-ന്റെ ഭാഗമായി വന്നിരുന്നത്. അത് പുതുക്കി ജൂലൈ 31 വരെ ആക്കിയിരിക്കുന്നു. അപ്പോഴും നിയന്ത്രണങ്ങളിൽ വലിയ ഇളവുകൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം 4 സംസ്ഥാനങ്ങളിൽ വലിയ ഗുരുതരാവസ്ഥയിൽ കോവിഡ് കണക്കുകളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും കോവിഡ് കേസുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. അനന്തു രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.